ചരിത്രത്തിലെ ചില ഏടുകൾക്ക് ഡിറ്റക്റ്റീവ് നോവലുകളെ വെല്ലുന്ന നിഗൂഢതയും ഉദ്വേഗവും നൽകാനാകും. അത്തരത്തിൽ ഒരു തുമ്പുപോലും അവശേഷിപ്പിക്കാതെ കടന്നുപോയ ഒരു സംഭവ കഥയിലേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി നിലനിൽക്കുന്ന ഒരു രഹസ്യം. അമേരിക്കയിലെ കാൻസാസ് സിറ്റിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ. റൂം നമ്പർ 1046-ന്റെ രഹസ്യം. വർഷം 1935 ജനുവരി 2. അമേരിക്കൻ നഗരമായ കാൻസാസ് സിറ്റിയിൽ മരങ്കോച്ചുന്ന തണുപ്പുള്ള ഒരു ദിവസം. അക്കാലത്തെ പ്രൗഢഗംഭീരമായ ഹോട്ടലുകളിലൊന്നായ ഹോട്ടൽ പ്രസിഡന്റിന്റെ റിസപ്ഷനിലേക്ക് 20-നും 30-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ഒരാൾ കടന്നുവന്നു. നല്ല വസ്ത്രധാരിയായിരുന്നു അയാൾ. ചെവികളിലൊന്നിന് ചെറുതായി രൂപമാറ്റം സംഭവിച്ചിരുന്നു. ഗുസ്തിക്കാരിലോ ബോക്സർമാരിലോ സാധാരണ കാണാറുള്ളതുപോലെ. തലയിൽ നെടുകെ ഒരു പാടുമുണ്ടായിരുന്നു. ലോസ് ഏഞ്ചൽസിൽ നിന്നാണ് വരുന്നതെന്നും പേര് റോളണ്ട് ടി ഓവൻ എന്നാണെന്നും അയാൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി. ഹോട്ടലിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ ദിവസം മാത്രമായിരുന്നു. എന്നാൽ റോളണ്ട് ഓവൻ എന്ന ആ ചെറുപ്പക്കാരൻ്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ തുടക്കം മുതലേ പ്രകടമായിരുന്നു. അയാളുടെ കയ്യിൽ ലഗേജായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. ആകെയുണ്ടായിരുന്നത് ഒരു ചീപ്പും ബ്രഷും പിന്നെ കുറച്ച് ടൂത്ത് പേസ്റ്റും മാത്രം. ഇത് അസാധാരണമായിരുന്നെങ്കിലും അയാൾ ഒരു രാത്രി തങ്ങാൻ മാത്രം വന്നതായിരിക്കാം എന്ന് ജീവനക്കാർ കരുതി. ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിൽ പുറത്തേക്ക് കാഴ്ചകളില്ലാത്ത ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു മുറിയാണ് അയാൾ ആവശ്യപ്പെട്ടത്. 10ാം നിലയിലെ 1046 നമ്പർ മുറി അയാൾക്ക് അനുവദിച്ചു നൽകി. റാൻഡോൾഫ് പ്രോപ്സ്റ്റ് എന്ന ബെൽബോയിയാണ് ഓവനെ മുറിയിലേക്ക് അനുഗമിച്ചത്. മുറിയിലെത്തിയ ഓവന്റെ പെരുമാറ്റം റാൻഡോൾഫിനെ അത്ഭുതപ്പെടുത്തി. മുറിയിലെത്തിയ ഉടൻ അയാൾ ജനലുകളിലെ കർട്ടനുകൾ വലിച്ചിട്ട് മുറിയിൽ അരണ്ട വെളിച്ചം നിറച്ചു. മുറിയിലെ ഒരേയൊരു വിളക്ക് മാത്രം അയാൾ തെളിച്ചു. റാൻഡോൾഫ് മുറി വിട്ടു പോകുമ്പോൾ ഓവൻ വാതിൽ അടയ്ക്കേണ്ടതില്ലെന്ന് നിർബന്ധം പിടിച്ചു. തൻ്റെ ഒരു സുഹൃത്ത് ഉടൻ വരുമെന്നും അതിനാൽ വാതിൽ ലോക്ക് ചെയ്യേണ്ടതില്ലെന്നുമായിരുന്നു അയാൾ നൽകിയ വിശദീകരണം. ഒരു ഹോട്ടൽ മുറിയിൽ അപരിചിതനായ ഒരാൾ വാതിൽ തുറന്നിട്ട് കിടക്കുന്നത് അത്ര സുരക്ഷിതമായ ഒന്നല്ലെന്ന് റാൻഡോൾഫിന് തോന്നിയിരുന്നു. അന്ന് ഉച്ചതിരിഞ്ഞ് മേരി സോപ്റ്റിക് എന്ന ഹോട്ടൽ ജീവനക്കാരി പതിവ് വൃത്തിയാക്കലിനായി 1046 നമ്പർ മുറിയിലെത്തി. വാതിലിൽ മുട്ടിയപ്പോൾ അകത്തുനിന്ന് ഓവന്റെ ശബ്ദം കേട്ടു. "അകത്തേക്ക് വരൂ, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്." മേരി അകത്ത് കടന്നപ്പോൾ മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ കസേരയിലിരിക്കുന്ന ഓവനെയാണ് കണ്ടത്. അയാൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് പോലെയായിരുന്നു പെരുമാറിയിരുന്നത്. എന്നാൽ അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന വീറുന്ന വിചിത്രമായ കാര്യങ്ങളായിരുന്നു. "ഇല്ല ഡോൺ, എനിക്ക് വിശക്കുന്നില്ല. ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചതാണ്." ഇതായിരുന്നു അയാൾ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. മുറി വൃത്തിയാക്കുന്നതിനിടയിൽ ഓവൻ തന്നോട് സംസാരിക്കാൻ തുടങ്ങിയെന്ന് മേരി പിന്നീട് പോലീസിനോട് പറഞ്ഞു. അയാൾ തൻ്റെ ഹോട്ടൽ വാസത്തെക്കുറിച്ചും തൊട്ടടുത്ത മുറിയിലെ താമസക്കാരൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചും പരാതിപ്പെട്ടു. എന്നാൽ 1048 നമ്പർ മുറിയിൽ അന്ന് ആരും താമസിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. മുറി വൃത്തിയാക്കി മടങ്ങാനൊരുങ്ങുമ്പോൾ താൻ പുറത്തു പോകുമ്പോൾ വാതിൽ ലോക്ക് ചെയ്യരുതെന്ന് ഓവൻ മേരിയോടും ആവശ്യപ്പെട്ടു. തൻ്റെ സുഹൃത്ത് വരാനുണ്ടെന്ന അതേ കാരണം തന്നെയാണ് അയാൾ അവരോടും പറഞ്ഞത്. അയാളുടെ മുഖത്ത് ഭയമോ ഉദ്വേഗമോ നിഴലിക്കുന്നുണ്ടായിരുന്നു എന്ന് മേരിക്ക് തോന്നി. ഹോട്ടൽ പ്രസിഡന്റിലെ ആ സാധാരണ ദിവസം പതിയെ രാത്രിയിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ റൂം നമ്പർ 1046 അരങ്ങേറാൻ പോകുന്ന ദുരൂഹിതകളുടെ ആദ്യത്തെ അധ്യായം മാത്രമേ അപ്പോൾ കഴിഞ്ഞിരുന്നുള്ളൂ. ആരായിരുന്നു ഓവൻ കാത്തിരുന്ന ആ സുഹൃത്ത്? എന്തിനായിരുന്നു അയാൾ മുറിയിലെ വാതിൽ തുറന്നിട്ടത്? ആരെയായിരുന്നു അയാൾ ഭയന്നിരുന്നത്? പിറ്റേന്ന് ജനുവരി 3-ാം തീയതി രാവിലെ ഹോട്ടൽ ജീവനക്കാരിയായ മേരി സോപ്റ്റിക് തന്റെ പതിവ് ജോലികൾക്കായി വീണ്ടും 10ാം നിലയിലെത്തി. റൂം നമ്പർ 1046-ന്റെ വാതിൽക്കലെത്തിയപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. തലേ ദിവസം തുറന്നിടാൻ നിർബന്ധിച്ച അതേ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഹോട്ടലിലെ ഓരോ മുറിയുടെയും മാസ്റ്റർ കീ ഉപയോഗിച്ച് അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. അരണ്ട വെളിച്ചത്തിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു റോളണ്ട് ഓവൻ. അയാൾ ഉറങ്ങുകയാണെന്ന് തോന്നി. എന്നാൽ മുറിയിലെ കസേരയിൽ ഒരു കുറിപ്പ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. "ഡോൺ, ഞാൻ 15 മിനിറ്റിനുള്ളിൽ മടങ്ങിയെത്തും. കാത്തിരിക്കുക." ഈ കുറിപ്പ് മേരിയുടെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ആരാണ് ഈ ഡോൺ? ഓവൻ തലേദിവസം ഫോണിൽ സംസാരിച്ചതും ഇതേ ഡോണിനോടായിരുന്നോ? അവൾ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. എന്നാൽ അവളുടെ സാന്നിധ്യം ഓവനെ അസ്വസ്ഥനാക്കുന്നതായി തോന്നി. അയാൾ എഴുന്നേറ്റ് വസ്ത്രം ധരിച്ചു. എന്നിട്ട് മുടി ചീകി പുറത്തേക്ക് പോകാനൊരുങ്ങി. പോകുന്നതിനു മുൻപ് വാതിൽ ലോക്ക് ചെയ്യരുതെന്ന് അയാൾ വീണ്ടും മേരിയെ ഓർമ്മിപ്പിച്ചു. തലേ ദിവസത്തെ അതേ നിർദ്ദേശം.
അന്ന് വൈകുന്നേരം 4 മണിയോടെ മേരി വീണ്ടും ആ മുറിയിലേക്ക് പുതിയ ടവലുകളുമായി എത്തി. ഇത്തവണയും വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അവൾ വാതിലിൽ മുട്ടി. അകത്തുനിന്ന് ഓവന്റെ ശബ്ദം കേട്ടു. ആരാണ്? മേരി തന്റെ പേര് പറഞ്ഞു. ടവലുകളുമായി വന്നതാണെന്നറിയിച്ചു. എന്നാൽ അകത്തേക്ക് വരേണ്ടെന്നും തന്റെ കയ്യിൽ ആവശ്യത്തിന് ടവലുകളുണ്ടെന്നും അയാൾ മറുപടി നൽകി. ഇത് മേരിക്ക് വിചിത്രമായി തോന്നി. കാരണം അവൾ മുറി വൃത്തിയാക്കിയപ്പോൾ അവിടെ പഴയ ടവലുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓവന്റെ മറുപടിയോടൊപ്പം അവൾ മറ്റൊരു ശബ്ദം കൂടി കേട്ടു. പരുഷമായ, ഒരു അതോറിറ്റേറ്റീവായ ഒരു ശബ്ദം. അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. മുറിയിൽ ഓവൻ ഒറ്റയ്ക്കല്ലെന്ന് മേരിക്ക് ഉറപ്പായി. ഒരുപക്ഷെ അയാൾ കാത്തിരുന്ന ആ സുഹൃത്ത് ഡോൺ എത്തിയിരിക്കാം. ഇതേ ദിവസം തന്നെ ഈ സംഭവങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തോന്നാവുന്ന മറ്റൊരു സംഭവം കാൻസാസ് സിറ്റിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ജീൻ ഓവൻ എന്ന യുവതി നഗരത്തിലെ ഒരു ബാറിൽ വെച്ച് ഒരു പുരുഷനെ കണ്ടുമുട്ടി. അയാൾ വളരെ അസ്വസ്ഥനായിരുന്നു. താൻ ഒരാളെ ഉപദ്രവിച്ചെന്നും അയാളെ ഉപേക്ഷിച്ച് ഓടിപ്പോരുകയാണെന്നും അയാൾ ജീനിനോട് പറഞ്ഞു. അടുത്ത ദിവസം താൻ നഗരം വിടുമെന്നും അയാൾ കൂട്ടിച്ചേർത്തു. ഈ സംഭാഷണം അപ്പോൾ അവൾക്കത്ര ഗൗരവമുള്ളതായി തോന്നിയില്ല. അതിനിടെ ഹോട്ടൽ പ്രസിഡന്റിലും നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുകയായിരുന്നു. രാത്രി ഏകദേശം 11 മണിയോടെ ഹോട്ടൽ ടെലിഫോൺ ഓപ്പറേറ്റർക്ക് ഒരു സിഗ്നൽ ലഭിച്ചു. റൂം നമ്പർ 1046-ലെ ടെലിഫോൺ റിസീവർ എടുത്തിരിക്കുന്നു, എന്നാൽ ആരും സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്ന് കരുതി ഓപ്പറേറ്റർ അത് കാര്യമാക്കിയില്ല. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷവും അതേ അവസ്ഥ തുടർന്നപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ഒരു ബെൽബോയിയെ അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിച്ചു. റാൻഡോഫ് പ്രോപ്സ്റ്റ് എന്ന അതേ ബെൽബോയ് തന്നെ വീണ്ടും 1046 നമ്പർ മുറിയിലെത്തി. വാതിലിൽ ഡി നോട്ട് ഡിസ്റ്റർബ് എന്ന ബോർഡ് തൂക്കിയിട്ടിരുന്നു. അയാൾ വാതിലിൽ പലതവണ മുട്ടി. അകത്തുപിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഒന്നിലധികം ആളുകൾ സംസാരിക്കുന്നത് പോലെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ ഉറക്കെ പറഞ്ഞു, പുറത്തു പോകൂ. റാൻഡോഫ് തിരികെ പോയി. പിറ്റേന്ന് ജനുവരി 4-ാം തീയതി രാവിലെ ടെലിഫോൺ ഓപ്പറേറ്റർക്ക് വീണ്ടും അതേ സിഗ്നൽ ലഭിച്ചു. 1046-ലെ ടെലിഫോൺ റിസീവർ ഇപ്പോഴും ഓഫ് ഹുക്കാണ്. രാവിലെ 7 മണിയോടെ പുതിയ ഷിഫ്റ്റിലെത്തിയ ബെൽബോയ് ഹരോൾഡ് പൈക്കിനെ മാനേജ്മെന്റ് അങ്ങോട്ടേക്ക് അയച്ചു. ഇത്തവണയും വാതിലിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ബോർഡ് തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഹരോൾഡ് വാതിൽ ശക്തിയായി മുട്ടി. അകത്തുനിന്ന് മദ്യപിച്ചതുപോലെയുള്ളൊരു ശബ്ദം കേട്ടു. അകത്തേക്ക് വരൂ, ലൈറ്റ് ഓൺ ചെയ്യൂ. ഹരോൾഡ് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു. ഹരോൾഡ് വീണ്ടും മുട്ടി. അകത്തുനിന്നുള്ളവൻക്ക് വാതിൽ തുറക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോൾ അയാൾ തിരികെ പോയി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം മറ്റൊരു ബെൽബോയ് മാസ്റ്റർ കീ ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ വാതിൽ തുറന്നില്ല, കാരണം അത് അകത്തുനിന്ന് മറ്റെന്തോ ഉപയോഗിച്ച് തടഞ്ഞുവെച്ചിരുന്നു. മുറിക്കുള്ളിൽ എന്തോ പന്തികേടുണ്ടെന്ന് ഹോട്ടൽ ജീവനക്കാർക്ക് ഉറപ്പായി. ഓവന്റെ പെരുമാറ്റം, മുറിയിൽ കേട്ട രണ്ടാമത്തെ ശബ്ദം, പുറത്തുനിന്ന് പൂട്ടിയ വാതിൽ, ഇപ്പോൾ അകത്തുനിന്നും തുറക്കാനാവാത്ത അവസ്ഥ. റൂം നമ്പർ 1046-ലെ നിഗൂഢത അതിന്റെ പാരമ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ജനുവരി 4-ാം തീയതി രാവിലെ ഏകദേശം 11 മണിയോടെ ബെൽബോയ് റാൻഡോൾഫ് പ്രോപ്സ്റ്റ് വീണ്ടും 1046-ാം നമ്പർ മുറിയിലെത്തി. ഇത്തവണ മാനേജരും ഒപ്പമുണ്ടായിരുന്നു. മാസ്റ്റർ കീ ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അകത്തുനിന്ന് എന്തോ ഒന്ന് വാതിലിനെ തടയുന്നുണ്ടായിരുന്നു. ഒടുവിൽ മാനേജറുടെ നിർദ്ദേശപ്രകാരം റാൻഡോൾഫ് ശക്തിയായി വാതിൽ തള്ളിത്തുറന്നു. അവർ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ കട്ടിലിനരികിലായി നിലത്ത് രക്തത്തിൽ കുളിച്ച് നഗ്നനായി കിടക്കുകയായിരുന്നു റോളണ്ട് ഓവൻ. അയാളുടെ കൈകൾ കൊണ്ട് മുഖം മറച്ചിരുന്നു. മുറിയിലാകെ രക്തം തളം കെട്ടിക്കിടന്നു. കട്ടിലിലെ വിരിപ്പുകളും ഭിത്തികളുമെല്ലാം രക്തത്തിൽ കുതിർന്നിരുന്നു. മുറിയിലെ സ്റ്റൂൾ മറിച്ചിട്ട നിലയിലായിരുന്നു. ഫോൺ സ്റ്റാൻഡിൽ നിന്ന് താഴെ വീണുകിടന്നിരുന്നു. ഓവന്റെ ശരീരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു. കഴുത്തിൽ കയറുകൊണ്ട് മുറുക്കിയതിന്റെ അടയാളങ്ങൾ, നെഞ്ചിലും തലയിലും ആഴത്തിലുള്ള മുറിവുകൾ. തലയോട്ടിയിൽ ഗുരുതരമായ പൊട്ടലുണ്ടായിരുന്നു. അയാളെ കെട്ടിയിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു കയറിന്റെ കഷ്ണം മുറിയിൽ നിന്ന് കണ്ടെത്തി. അത്ഭുതകരമെന്ന് പറയട്ടെ, ഇത്രയൊക്കെ ക്രൂരതകൾക്കിരയായിട്ടും ഓവന്റെ ജീവൻ അപ്പോഴും അവശേഷിച്ചിരുന്നു. ഉടൻ തന്നെ പോലീസും ആംബുലൻസും സ്ഥലത്തെത്തി. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടർമാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരസ്പര ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ മാത്രമാണ് അയാൾക്ക് പറയാൻ കഴിഞ്ഞത്. താൻ കുളിക്കാനായി ബാത്റൂമിൽ കയറിയപ്പോൾ തെന്നി വീണതാണെന്നാണ് അയാൾ ആദ്യം പറഞ്ഞത്. എന്നാൽ മുറിയിലെ തെളിവുകൾ വ്യക്തമാക്കുന്നത് മറ്റൊന്നായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ക്രൂരമായ പീഡനത്തിന് അയാൾ ഇരയായിരുന്നു. ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആരുമില്ല എന്നും തനിക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നും അയാൾ മന്ത്രിച്ചു. തന്റെ തലയ്ക്ക് അടി കിട്ടിയെന്നും അയാൾ കൂട്ടിച്ചേർത്തു.
ഒടുവിൽ അർദ്ധരാത്രിയോടെ റോളണ്ട് ടി ഓവൻ എന്ന ആ ദുരൂഹ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യത്തെ കടമ്പ തന്നെ അയാളുടെ യഥാർത്ഥ പേരും വിലാസവും കണ്ടെത്തുക എന്നതായിരുന്നു. റോളണ്ട് ടി ഓവൻ എന്നത് ഒരു വ്യാജ പേരാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അയാളുടെ വിരലടയാളം പരിശോധിച്ചെങ്കിലും അന്നത്തെ റെക്കോർഡുകളിലൊന്നും കണ്ടെത്താനായില്ല. ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കി. മുറിയിൽ ഓവൻ്റേതല്ലാതെ മറ്റാരുടെയും വിരലടയാളം കണ്ടെത്താനായില്ല. മുറിയിലെ സോപ്പും ഷാംപൂവും മറ്റ് ടോയ്ലറ്ററീസും കാണാനില്ലായിരുന്നു. കൊലയാളി അവ നനമരം എടുത്തുമാറ്റിയതുപോലെ. ഒരു ചീപ്പ്, ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, പിന്നെ കെട്ടാനുപയോഗിച്ച കയർ, ഒരു ഹെയർപിൻ, പൊട്ടാത്ത ഒരു ഗ്ലാസ്, തുറക്കാത്ത ഒരു സിഗരറ്റ് പാക്കറ്റ്, ഒരു ചെറിയ കുപ്പി സൾഫ്യൂറിക് ആസിഡ് എന്നിവ മാത്രമാണ് മുറിയിൽ അവശേഷിച്ചത്. മറ്റൊരു ഗ്ലാസിൻ്റെ പൊട്ടിയ കഷ്ണങ്ങളും നിലത്തുണ്ടായിരുന്നു. ഹോട്ടൽ ജീവനക്കാരിയായ മേരി സോപ്റ്റിക് താൻ കേട്ട രണ്ടാമത്തെ ശബ്ദത്തെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞു. ഓവൻ്റെ കൂടെ ഡോൺ എന്നു പേരുള്ള ആരോ ഉണ്ടായിരുന്നിരിക്കാമെന്ന് അവർ സംശയിച്ചു. എന്നാൽ ആരായിരുന്നു ഈ ഡോൺ? അയാളാണോ കൊലപാതകി? ഹോട്ടലിലെ മറ്റു താമസക്കാരെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ഓവൻ താമസിച്ചിരുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ, 1048 നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീ തലേ ദിവസം രാത്രിയിൽ 1046 നമ്പർ മുറിയിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം കേട്ടതായി മൊഴി നൽകി. ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ശബ്ദമാണ് താൻ കേട്ടതെന്നായിരുന്നു അവർ പറഞ്ഞത്. ഇത് കേസിനെ കൂടുതൽ സങ്കീർണമാക്കി. അപ്പോൾ മുറിയിലൊരു സ്ത്രീയുമുണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഓവന്റെ ചിത്രം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. അതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അത് തങ്ങളുടെ കാണാതായ ബന്ധുവാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തി. എന്നാൽ അവയൊന്നും ശരിയായിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഓവന്റെ ശവസംസ്കാരം നടത്താൻ സമയമായി. അജ്ഞാതനായി തന്നെ അയാളെ അടക്കം ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പോലീസിന് അജ്ഞാതമായ ഒരു ഫോൺ കോൾ വരുന്നത്. ഓവന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള പണം നൽകാമെന്നും അയാളെ ഒരു സാധാരണക്കാരനെപ്പോലെ അടക്കം ചെയ്യണമെന്നും വിളിച്ചയാൾ ആവശ്യപ്പെട്ടു. പണം എവിടെ നിന്നയക്കും എന്ന് ചോദിച്ചപ്പോൾ അത് വഴിയെ എത്തുമെന്ന് മാത്രം പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്തു. അധികം വൈകാതെ ആവശ്യമായ പണം ഒരു കവറിൽ പോലീസിന് ലഭിച്ചു. അതോടൊപ്പം ശവസംസ്കാരത്തിന് അലങ്കരിക്കാനുള്ള പൂക്കൾ നൽകാൻ ഒരു പൂക്കടയിലും അജ്ഞാതനായ ഒരാൾ പണം നൽകിയിരുന്നു. പൂക്കളോടൊപ്പം വെക്കാനുള്ള കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ലവ് ഫോർ എവർ, ലൂയിസ്. ആരായിരുന്നു ലൂയിസ്? റോളണ്ട് ടി ഓവന്റെ ശവസംസ്കാരം കഴിഞ്ഞു. അജ്ഞാതനായ ഒരു മനുഷ്യന്റെ പണം കൊണ്ട് ലൂയിസ് എന്ന അജ്ഞാതയായ ഒരു സ്ത്രീയുടെ പൂക്കൾ ഏറ്റുവാങ്ങി അയാൾ കൻസാസ് സിറ്റിയുടെ മണ്ണിൽ അതിഞ്ഞു ചേർന്നു. എന്നാൽ അയാളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം ബാക്കിയായി. മാസങ്ങൾ കടന്നുപോയി. പോലീസ് അന്വേഷണം എങ്ങുമെത്തിയില്ല. റോളണ്ട് ടി ഓവൻ എന്ന പേര് ഒരു പ്രേതത്തെപ്പോലെ അവരുടെ ഫയലുകളിൽ ഒതുങ്ങി. അതൊരു യഥാർത്ഥ വ്യക്തിയായിരുന്നില്ല, മറിച്ച് ഒരു കെട്ടുകഥയിലെ കഥാപാത്രം മാത്രമായിരുന്നു. സമയം മുന്നോട്ട് നീങ്ങി. 1936 മധ്യത്തിൽ, അതായത് ഓവന്റെ മരണത്തിന് ഏകദേശം 1.5 വർഷത്തിന് ശേഷം, അലബാമയിലുള്ള റൂബി ഓഗിൾക്രീ എന്ന യുവതി ഒരു മാസിക വായിക്കുകയായിരുന്നു. അമേരിക്കൻ വീക്ക്ലി എന്ന ആ മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൻസാസ് സിറ്റിയിലെ ഹോട്ടൽ പ്രസിഡന്റിൽ നടന്ന ആ നിഗൂഢ കൊലപാതകത്തെക്കുറിച്ചായിരുന്നു അത്. ലേഖനത്തോടൊപ്പം കൊല്ലപ്പെട്ടയാളുടെ, അതായത് റോളണ്ട് ഓവന്റെ ചിത്രവും നൽകിയിരുന്നു. ആ ഫോട്ടോയും അതിലെ വിവരണങ്ങളും റൂബിയെ ഞെട്ടിച്ചു. ചിത്രത്തിലെ മനുഷ്യന്റെ ചെവിയിലെ പാടും തലയിലെ മുറിവും അവൾക്ക് പരിചിതമായിരുന്നു. അത് തന്റെ കാണാതായ സഹോദരൻ ആർട്ടമസ് ഓഗിൾട്രീ ആണെന്ന് അവൾ ഉറപ്പിച്ചു. റൂബി ഉടൻ തന്നെ കൻസാസ് സിറ്റി പോലീസുമായി ബന്ധപ്പെട്ടു. അവൾ നൽകിയ വിവരങ്ങൾ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. 1.5 വർഷമായി അജ്ഞാതനായിരുന്ന ആ മനുഷ്യന് ഒടുവിൽ ഒരു പേരും മേൽവിലാസവും ലഭിക്കുകയായിരുന്നു. ആർട്ടമസ് ഓഗിൾട്രീ, അലബാമയിലെ ബിർമിംഗ്ഹാം സ്വദേശി. 1905 ജനിച്ച ആർട്ടമസിന് മരിക്കുമ്പോൾ 30 വയസ്സായിരുന്നു പ്രായം. ഇതോടെ അന്വേഷണം പുതിയൊരു ദിശയിലേക്ക് തിരിഞ്ഞു. ആരായിരുന്നു ആർട്ടമസ് ഓഗിൾട്രീ? എന്തിനായിരുന്നു അയാൾ റോളണ്ട് ടി ഓവൻ എന്ന വ്യാജപേരിൽ കൻസാസ് സിറ്റിയിൽ എത്തിയത്? അയാളുടെ കുടുംബത്തെ ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ ദുരൂഹമായ വിവരങ്ങൾ പുറത്തുവന്നു. 1934 ഏപ്രിലിൽ, അതായത് മരണത്തിന് ഏകദേശം 8 മാസം മുൻപ്, ആർട്ടമസ് വീട്ടിൽ നിന്ന് യാത്ര പോയതായിരുന്നു. അതിനുശേഷം കുടുംബവുമായി അയാൾ ബന്ധപ്പെട്ടിരുന്നത് കത്തുകളിലൂടെയായിരുന്നു. എന്നാൽ ഈ കത്തുകളിൽ ചില അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നുവെന്ന് അയാളുടെ അമ്മ
കരോളിൻ ഓഗിൾട്രി പോലീസിനോട് പറഞ്ഞു. ആർട്ടമസ് അയച്ച കത്തുകളെല്ലാം ടൈപ്പ് ചെയ്തവയായിരുന്നു. അയാൾ സാധാരണയായി കൈകൊണ്ടാണ് എഴുതാറ്. മാത്രമല്ല, കത്തുകളിലെ ഭാഷയും ശൈലിയും ആർട്ടമസിൻ്റേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അയാൾ സാധാരണ ഉപയോഗിക്കാത്ത തരത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും അതിലുണ്ടായിരുന്നു. എങ്കിലും മകൻ സുരക്ഷിതനായിരിക്കുന്നല്ലോ എന്നോർത്ത് അവർ ആശ്വസിച്ചു. ഈ കത്തുകളിൽ ഒന്നിൽ താൻ എലനോർ എന്ന ധനികയായ യുവതിയുമായി പ്രണയത്തിലാണെന്നും അവളെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നും ആർട്ടമസ് എഴുതിയിരുന്നു. ഈ എലനോർ എന്ന പേര് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശവസംസ്കാരത്തിന് പൂക്കളയച്ച ലൂയിസ് എന്ന സ്ത്രീയും ഈ എലനോറും ഒരാൾ തന്നെയാകുമോ? എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം അതായിരുന്നില്ല. 1935 തുടക്കത്തിൽ ആർട്ടമസ് യൂറോപ്പിലേക്കൊരു യാത്ര പോകുകയാണെന്ന് അറിയിച്ചുകൊണ്ടൊരു കത്ത് വന്നിരുന്നു. അതിനുശേഷം വന്ന കത്തുകൾക്ക് ഈജിപ്തിലെ കെയ്റോയിൽ നിന്നുള്ള പോസ്റ്റ്മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെയാണ് കേസിന്റെ ഏറ്റവും വലിയ ദുരൂഹത ഒളിഞ്ഞിരുന്നത്. ആർട്ടമസ് ഓഗിൾട്രി കൻസാസ് സിറ്റിയിലെ ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെടുന്നത് 1935 ജനുവരി 4-നാണ്. എന്നാൽ അയാളുടെ വീട്ടിൽ കെയ്റോയിൽ നിന്നുള്ള കത്തുകൾ എത്തിയത് അതിനുശേഷമായിരുന്നു, 1935 മെയ് മാസത്തിൽ പോലും. ഇതിനർത്ഥം ഒന്നുമാത്രം: ആർട്ടമസ് കൊല്ലപ്പെട്ട ശേഷവും അയാൾ ജീവനോടെയുണ്ടെന്ന് അയാളുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആർട്ടമസിന്റെ പേരിൽ കത്തുകൾ ടൈപ്പ് ചെയ്ത് അയച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥ കൊലപാതകിയോ അല്ലെങ്കിൽ കൊലപാതകങ്ങളെ അറിയുന്ന ഒരാളോ ആയിരിക്കണം. ആർട്ടമസ് ഓഗിൾട്രി എന്ന ചെറുപ്പക്കാരന്റെ തിരോധാനം മുതൽ കൊലപാതകം വരെ വളരെ ആസൂത്രിതമായി നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് പോലീസിന് ഉറപ്പായി. എന്തിനായിരുന്നു ഈ നാടകം? ആർട്ടമസിനെ എന്തിനു കൊല്ലപ്പെട്ടു? ആരായിരുന്നു ആ അജ്ഞാതനായ ഡോൺ? ആരായിരുന്നു ആർട്ടമസിന്റെ മുറിയിൽ കേട്ട ആ സ്ത്രീ ശബ്ദത്തിന്റെ ഉടമ? അന്വേഷണം വീണ്ടും സങ്കീർണമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ വഴിമുട്ടി നിന്നു. ആർട്ടമസ് ഓഗിൾട്രി എന്ന വ്യക്തിയുടെ തിരിച്ചറിയൽ കേസിൽ ഒരു വലിയ മുന്നേറ്റമായിരുന്നെങ്കിലും അത് പുതിയതും കൂടുതൽ സങ്കീർണമായ ചോദ്യങ്ങൾക്കാണ് വഴിവെച്ചത്. ഒരു സാധാരണ ചെറുപ്പക്കാരനായ ആർട്ടമസ് എങ്ങനെയാണ് ഇത്രയും നിഗൂഢമായ ഒരു ഗൂഢാലോചനയിൽ അകപ്പെട്ടത്? അയാളുടെ കൊലപാതകത്തിനു ശേഷം മാസങ്ങളോളം അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ശക്തരായ ശത്രുക്കൾ അയാൾക്ക് എങ്ങനെയുണ്ടായി? പോലീസ് അന്വേഷണം ആർട്ടമസിന്റെ ഭൂതകാലത്തിലേക്ക് നീങ്ങി. അയാൾക്ക് കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമൊന്നുമില്ലായിരുന്നു. ശാന്തനും സൗമ്യനുമായ ഒരു പ്രകൃതക്കാരനായിരുന്നു. എന്നാൽ അയാളുടെ ഒരു സുഹൃത്തിൽ നിന്നും പോലീസിന് നിർണായകമായ ഒരു വിവരം ലഭിച്ചു. മരണത്തിന് കുറച്ചുകാലം മുൻപ് ആർട്ടമസ് ഒരു ചൂതാട്ടത്തിലേർപ്പെട്ടിരുന്നുവെന്നും ആ ഇടപാടിൽ എന്തോ പ്രശ്നമുണ്ടായെന്നും ആ സുഹൃത്ത് മൊഴി നൽകി. ഈ വഴിക്കുള്ള അന്വേഷണമാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെന്ന് സംശയിക്കുന്ന ഡോൺ എന്ന പേരിലേക്ക് പോലീസിനെ വീണ്ടും എത്തിച്ചത്. ആർട്ടമസ് മരിക്കുന്നതിന് തലേദിവസം ഹോട്ടൽ മുറിയിൽ വെച്ച് ഫോണിൽ സംസാരിച്ചതും ജീവനക്കാരിയായ മേരി സോപ്റ്റിക് കേട്ടതുമായ പേരായിരുന്നു ഡോൺ. എന്നാൽ ഈ ഡോൺ ആരാണെന്നോ അയാൾക്ക് ആർട്ടമസുമായി എന്തു ബന്ധമാണുണ്ടായിരുന്നതെന്നോ പോലീസിന് കണ്ടെത്താനായില്ല. അതേസമയം ഹോട്ടൽ ജീവനക്കാരിയായ മേരി സോപ്റ്റിക്കിന് മറ്റൊരു ഭയാനകമായ അനുഭവം കൂടിയുണ്ടായി. ആർട്ടമസിന്റെ കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നു. പരുഷമായ ഒരു ശബ്ദത്തിൽ അയാൾ ചോദിച്ചു, "പോലീസിനോടെല്ലാം പറഞ്ഞോ?" മേരി ഭയന്നുപോയി. തനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞുവെന്ന് മറുപടി നൽകി. "അങ്ങനെയാണെങ്കിൽ നിന്നെ ഞങ്ങൾ തീർത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി അയാൾ ഫോൺ വെച്ചു." ഇത് ആർട്ടമസിന്റെ മുറിയിൽ വെച്ച് താൻ കേട്ട രണ്ടാമത്തെ ശബ്ദമാണെന്ന് മേരി തിരിച്ചറിഞ്ഞു. കൊലപാതകി ഇപ്പോഴും കൻസാസ് സിറ്റിയിൽ തന്നെയുണ്ടെന്നും അയാൾ എല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്നും വ്യക്തമായിരുന്നു. അന്വേഷണത്തിനിടയിൽ ഉയർന്നുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേര് മരിക്കുന്നതിന് തലേന്ന് ബാറിൽ വെച്ച് ജീൻ ഓവൻ കണ്ടുമുട്ടിയ അസ്വസ്ഥനായ ആ മനുഷ്യൻ്റേതായിരുന്നു. അയാൾ താനൊരാളെ ഉപദ്രവിച്ചെന്നും നഗരം വിടാൻ പോവുകയാണെന്നും പറഞ്ഞിരുന്നു. അയാളുടെ പേരും ഡോൺ എന്നായിരുന്നുവെന്ന് ജീൻ ഓവൻ ഓർത്തെടുത്തു. പോലീസ് അയാളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അയാൾ നഗരം വിട്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. 1950കളിൽ കാൻസാസ് സിറ്റിയിലെ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ മരണക്കിടക്കയിൽ വെച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തി. ആർട്ടമസ് ഓഗിൾട്രിയുടെ കേസ് അന്വേഷിച്ചിരുന്ന സംഘത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. അക്കാലത്ത് ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു മാഫിയ തലവന് ആർട്ടമസുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ആർട്ടമസ് അവർക്കുവേണ്ടി എന്തോ ഇടപാട് നടത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ആ ഇടപാടിൽ എന്തോ പിഴവ് സംഭവിച്ചു. ഒരുപക്ഷെ ആർട്ടമസ് അവരെ ചതിക്കാൻ ശ്രമിച്ചിരിക്കാം.
അല്ലെങ്കിൽ അയാൾക്കെന്തെങ്കിലും തെറ്റുപറ്റിയിരിക്കാം. അതിൻ്റെ പ്രതികാരമായിരുന്നു ആ കൊലപാതകം. എന്നാൽ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം ആ വഴിക്കുള്ള അന്വേഷണം തുടരാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇത് ശരിയാണെങ്കിൽ ആർടെമസിന്റെ കൊലപാതകം ഒരു സാധാരണ കൊലപാതകമായിരുന്നില്ല, മറിച്ച് സംഘടിത കുറ്റവാളി സംഘങ്ങളുടെ ഇടപെടലുള്ള ഒന്നായിരുന്നു. ഈ വെളിപ്പെടുത്തലുകൾ കേസിനൊരു പുതിയ മാനം നൽകിയെങ്കിലും തെളിവുകളുടെ അഭാവം അന്വേഷണത്തെ വീണ്ടും വഴിമുട്ടിച്ചു. ഡോൺ ആരായിരുന്നു? ലൂയിസ് അല്ലെങ്കിൽ എലനോർ എന്നു സ്വയം പരിചയപ്പെടുത്തിയ ആ സ്ത്രീ ആരായിരുന്നു? റൂം നമ്പർ 1046 കേട്ട സ്ത്രീ ശബ്ദം അവളുടേതായിരുന്നോ? കൊലപാതകത്തിന് ശേഷം മാസങ്ങളോളം കത്തുകളയച്ച് കുടുംബത്തെ കബളിപ്പിച്ചത് എന്തിനായിരുന്നു? ഒരുപക്ഷെ ആർടെമസിന്റെ ഇൻഷുറൻസ് പണം തട്ടിയെടുക്കാനായിരുന്നോ? അതോ തങ്ങൾ അന്വേഷിക്കപ്പെടുന്നില്ല എന്നുറപ്പുവരുത്താനുള്ള കൊലപാതകികളുടെ ഒരു തന്ത്രമായിരുന്നോ? പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങളില്ല. റൂം നമ്പർ 1046 രഹസ്യം അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നായി തുടരുന്നു. റോളാൻഡ് ടി ഓവൻ എന്ന പേരിൽ ഹോട്ടലിൽ മുറിയെടുത്ത ആർടെമസ് ഓഗിൾട്രീ എന്ന ചെറുപ്പക്കാരൻ താൻ കാലെടുത്തു വെച്ചത് ഒരു മരണക്കിണിയിലേക്കാണെന്ന് ഒരുപക്ഷേ അറിഞ്ഞിരുന്നിരിക്കില്ല. അയാൾ ഭയന്നിരുന്ന, അയാൾ കാത്തിരുന്ന ആ ഡോൺ എന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പിന്നിലുള്ള സംഘമോ തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കി ഒരു തുമ്പുപോലും അവശേഷിപ്പിക്കാതെ ഇരുട്ടിലേക്ക് മറഞ്ഞു. ആ രാത്രി ഹോട്ടൽ പ്രസിഡന്റിലെ ആ മുറിയിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നത് ആർടെമസിനോടൊപ്പം മണ്ണടിപ്പോയ ഒരു രഹസ്യമാണ്. റൂം നമ്പർ 1046 കഥ ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് കൂടുതൽ സിദ്ധാന്തങ്ങളിലേക്കും സാധ്യതകളിലേക്കും അത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആർടെമസ് ഓഗിൾട്രീയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും സജീവമാണ്. നമുക്ക് ആ സാധ്യതകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഏറ്റവും പ്രചാരമുള്ള സിദ്ധാന്തങ്ങളിലൊന്ന് ഇതൊരു പ്രണയബന്ധത്തിലുണ്ടായ തർക്കമാണെന്നാണ്. ആർടെമസ് തന്റെ കത്തുകളിൽ എലനോർ എന്ന ഒരു ധനികയായ സ്ത്രീയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ശവസംസ്കാരത്തിന് പൂവുകളയച്ച ലൂയിസും ഒരുപക്ഷെ ഇതേ സ്ത്രീയായിരിക്കാം. ഈ പ്രണയബന്ധത്തിൽ അസൂയ പൂണ്ട മറ്റൊരാൾ, ഒരുപക്ഷെ എലനോറിന്റെ മുൻ കാമുകനോ ഭർത്താവോ ആകാം ഈ കൊലപാതകത്തിന് പിന്നിൽ. ഡോൺ എന്നത് ആ വ്യക്തിയുടെ പേരാകാം. അയാൾ ആർടെമസിനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും അതൊടുവിലൊരു ക്രൂരമായ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കാം. മുറിയിൽ കേട്ട സ്ത്രീ ശബ്ദം എലനോറിൻ്റേതാകാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവൾ ആ തർക്കത്തിന് സാക്ഷിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അതിൽ പങ്കാളിയായിരുന്നിരിക്കാം. കൊലപാതകത്തിന് ശേഷം കുറ്റബോധം കൊണ്ട് ശവസംസ്കാരത്തിന് പൂവുകൾ അയച്ചതാകാനും മതി. എന്നാൽ ഈ സിദ്ധാന്തത്തിന് ചില പോരായ്മകളുണ്ട്. ഒരു വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിലുള്ള കൊലപാതകമാണെങ്കിൽ എന്തിനാണ് കൊലപാതകി മാസങ്ങളോളം ആർടെമസിന്റെ പേരിൽ കത്തുകളയച്ച് അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ കുറ്റവാളി എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. ഈ കത്തയക്കൽ സൂചിപ്പിക്കുന്നത് ആർടെമസിന്റെ മരണം ഒരു കുറിപ്പിട്ട കാലത്തേക്ക് രഹസ്യമാക്കി വെക്കേണ്ടത് കൊലപാതകികളുടെ ആവശ്യമായിരുന്നു എന്നാണ്. ഇത് കേവലം ഒരു പ്രണയപ്പകയുടെ കഥയല്ല, മറിച്ച് അതിലും വലുതായ എന്തോ ഒന്നാണെന്ന് വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ സിദ്ധാന്തം മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് ആർടെമസ് ഏതെങ്കിലും മാഫിയ സംഘമോ അല്ലെങ്കിൽ മറ്റു കുറ്റവാളി സംഘങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന്. ഒരുപക്ഷെ അയാൾ അവർക്ക് വേണ്ടി പണം കടത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമവിരുദ്ധ ഇടപാടിൽ ഏർപ്പെടുകയോ ചെയ്തിരിക്കാം. ആ ഇടപാടിൽ അയാൾക്കെന്തെങ്കിലും പിഴവ് സംഭവിച്ചു, അല്ലെങ്കിൽ അയാൾ ആ പണവുമായി മുങ്ങാൻ ശ്രമിച്ചു. അതിന്റെ പ്രതികാരമായിരിക്കാം അവർ അയാളെ കണ്ടെത്തി ഹോട്ടൽ മുറിയിൽ വെച്ച് മണിക്കൂറുകളോളം പീഡിപ്പിച്ചു കൊലപാതകം ചെയ്തത്. പണം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാനായിരിക്കാം ആ ക്രൂരമായ പീഡനം. ഈ സിദ്ധാന്തം പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നു. സംഘടിത കുറ്റവാളി സംഘങ്ങൾക്ക് തെളിവുകൾ നശിപ്പിക്കാനും മാസങ്ങളോളം ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും എളുപ്പമാണ്. ഹോട്ടൽ മുറിയിൽ നിന്ന് സോപ്പും ടവലുകളും ഉൾപ്പെടെയുള്ളവ കാണാതായത് ഒരു വിരലടയാളം പോലും അവശേഷിപ്പിക്കാതിരിക്കാനുള്ള അവരുടെ പ്രൊഫഷണൽ രീതിയുടെ ഭാഗമായിരിക്കാം. ഡോൺ എന്നത് ആ സംഘത്തിലെ ഒരു പ്രധാനിയാകാം. ആർടെമസിന്റെ മുറിയിൽ കേട്ട സ്ത്രീ ശബ്ദം ആ സംഘത്തുമായി ബന്ധമുള്ള ഒരു ഫെം ഫെറ്റാൽ അഥവാ അപകടകാരിയായ ഒരു സ്ത്രീയുടേതാകാനും സാധ്യതയുണ്ട്. അവളെ ഉപയോഗിച്ച് ആർടെമസിനെ കെണിയിൽപ്പെടുത്തിയതുമാകാം. മൂന്നാമതൊരു സാധ്യത രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അക്കാലത്ത് കാൻസസ് സിറ്റി രാഷ്ട്രീയ അഴിമതിയുടെയും സംഘടിത കുറ്റകൃത്യങ്ങളുടെയും ഒരു കേന്ദ്രമായിരുന്നു.
ടോം പെൻഡർഗാസ്റ്റ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു നഗരം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളിയായ ഒരു ഗവർണറുടെ കൊലപാതകവുമായി ആർട്ടമസിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നുവെന്ന് ചിലർ സംശയിക്കുന്നു. ആർട്ടമസ് ആ കൊലപാതകത്തിന് സാക്ഷിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ അയാളുടെ കൈവശമുണ്ടായിരുന്നിരിക്കാം. ആ രഹസ്യം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി പെൻഡർഗാസ്റ്റിന്റെ ആളുകൾ അയാളെ നിശബ്ദനാക്കിയതാകാം. ഈ സിദ്ധാന്തത്തിന് കാര്യമായ തെളിവുകളില്ലെങ്കിലും അന്നത്തെ കാൻസസ് സിറ്റിയുടെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലുമുത്താൽ അത് തള്ളിക്കളയാനാവില്ല. ഈ സിദ്ധാന്തങ്ങളെല്ലാം സാധ്യതകൾ മാത്രമാണ്. ഓരോന്നും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ പുതിയ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. റോളാൻഡ് ടി ഓവൻ എന്ന വ്യാജ വ്യക്തിത്വത്തിന് പിന്നിലൊളിച്ച ആർട്ടമസ് ഓഗിൾട്രി എന്ന ചെറുപ്പക്കാരന്റെ ദുരന്തം ചരിത്രത്തിലെ ഉത്തരം കിട്ടാത്ത സമസ്യകളിൽ ഒന്നായി അവശേഷിക്കുന്നു. വലിയ സിദ്ധാന്തങ്ങൾ നമുക്ക് ചില വഴികൾ കാണിച്ചു തരുമെങ്കിലും യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ആ മുറിയിൽ അവശേഷിച്ച ചെറിയ വിചിത്രമായ തെളിവുകളിലാണ്. പലപ്പോഴും കുറ്റാന്വേഷണ കഥകളിൽ ഒരു ചെറിയ താക്കോലാണ് ഏറ്റവും വലിയ വാതിലുകൾ തുറക്കുന്നത്. എന്നാൽ ഇവിടെ ഓരോ ചെറിയ തെളിവും നമ്മെ കൂടുതൽ ആഴത്തിലുള്ള ഒരു ചോദ്യത്തിലേക്കാണ് നയിക്കുന്നത്. നമുക്ക് ആ ഹോട്ടൽ മുറിയിലേക്ക് ഒന്നുകൂടി തിരിച്ചുപോകാം. ആർട്ടമിസ് ഓഗിൾട്രി എന്ന തന്റെ യഥാർത്ഥ പേര് മറച്ചുവെച്ച് റോളണ്ട് ടി ഓവൻ എന്ന പേര് അയാൾ എന്തിന് തെരഞ്ഞെടുത്തു? ഇതൊരു യാദൃച്ഛികമായ തെരഞ്ഞെടുപ്പായിരുന്നോ, അതോ അതിനു പിന്നിൽ എന്തെങ്കിലും അർത്ഥമുണ്ടായിരുന്നോ? പോലീസ് അന്വേഷണത്തിൽ റോളണ്ട് ടി ഓവൻ എന്ന പേരിൽ ആർക്കെങ്കിലും ആർട്ടമിസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചെങ്കിലും അങ്ങനെ ഒരാളെ കണ്ടെത്താനായില്ല. ഒരുപക്ഷെ അതാരെയും സംശയിക്കാതിരിക്കാൻ അയാൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു പേര് മാത്രമായിരിക്കാം. അല്ലെങ്കിൽ അയാൾ കാണാൻ പോകുന്ന വ്യക്തിക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കോഡ് നാമമായിരുന്നോ അത്? ഇനി മുറിയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കാം. ഒരു കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് ഒരു കൊലയാളി സാധാരണയായി എന്തൊക്കെയാണ് എടുത്തുമാറ്റുക? ആയുധം, തന്റെ വിരലടയാളം പതിഞ്ഞ വസ്തുക്കൾ, അല്ലെങ്കിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തെങ്കിലും. എന്നാൽ ഇവിടെ കൊലയാളി എടുത്തുമാറ്റിയത് ഹോട്ടലിലെ സോപ്പും ഷാമ്പുവും ടവ്വലുകളുമായിരുന്നു. എന്തിന്? ഒരുപക്ഷേ ആ വസ്തുക്കളിൽ കൊലയാളി അവശേഷിച്ചുപോയ എന്തെങ്കിലും തെളിവുണ്ടായിരുന്നിരിക്കാം. ഒരു പ്രത്യേകതരം പെർഫ്യൂമിന്റെ ഗന്ധം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അല്ലെങ്കിൽ ഇത് മനഃശാസ്ത്രപരമായ ഒരു കളിയായിരുന്നു. പോലീസിനെ വഴിതെറ്റിക്കാൻ താനൊരു സാധാരണ കുറ്റവാളിയല്ലെന്നും മറിച്ച് അതീവ ബുദ്ധിമാനായ ഒരാളാണെന്നും സ്ഥാപിക്കാനുള്ള ശ്രമം. മുറിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ചെറിയ ഹെയർ പിൻ, മുടിയിൽ കുത്തുന്ന കറുത്ത പിൻ, കേസിന്റെ ഗതിയിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ഹോട്ടലിലെ വേലക്കാരിയായ മേരിയും അയൽമുറിയിലെ സ്ത്രീയും ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടുവെന്ന മൊഴിയുമായി ഇത് ചേർത്തു വായിക്കുമ്പോൾ ആർട്ടമിസ് ആ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നില്ലെന്ന് വ്യക്തമാണ്. ആരായിരുന്നു ആ സ്ത്രീ? ലൂയിസ് എന്ന് കാർഡിൽ എഴുതി ശവസംസ്കാരത്തിന് പൂക്കളയച്ച അതേ സ്ത്രീയാണോ? അതോ ആർട്ടമിസ് കത്തുകളിൽ പറഞ്ഞ എലനോറാണോ? ഒരുപക്ഷേ ആർട്ടമിസിനെ ആ ഹോട്ടൽ മുറിയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നത് ആ സ്ത്രീയായിരിക്കാം. അവൾ ഒരു ഇരയോ അതോ കെണിയൊരുക്കിയവളോ? ഏറ്റവും വിചിത്രമായ തെളിവ് മുറിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ചെറിയ കുപ്പി സൾഫ്യൂറിക് ആസിഡാണ്. ആ കുപ്പി തുറന്നിരുന്നില്ല. എന്തിനാണ് ആ ആസിഡ് അവിടെ കൊണ്ടുവച്ചത്? ആർട്ടമിസ് കൊണ്ടുവന്നതാണോ അതോ കൊലയാളി കൊണ്ടുവന്നതാണോ? ഒരുപക്ഷേ അതൊരു പീഡനത്തിനുള്ള ഉപകരണമായി ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നോ? അതോ തെളിവുകൾ നശിപ്പിക്കാനോ മുഖം വികൃതമാക്കാനോ കരുതിയിരുന്നതാകുമോ? തുറക്കാത്ത ആ കുപ്പി നടക്കാതെ പോയ ഏതോ ഒരു പദ്ധതിയുടെ സൂചനയാണോ തരുന്നത്? ആർട്ടമിസിന്റെ പെരുമാറ്റത്തിലെ വൈരുദ്ധ്യങ്ങളും നമ്മെ കുഴപ്പത്തിലാക്കുന്നു. ആദ്യം അയാൾ ബെൽബോയിയോട് വാതിൽ തുറന്നിടാൻ ആവശ്യപ്പെടുന്നു. തന്റെ സുഹൃത്തു വരാനുണ്ട് എന്ന് പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അയാൾക്ക് വരാനിരിക്കുന്നയാളെ ഭയമില്ലായിരുന്നുവെന്നാണ്. എന്നാൽ പിന്നീട് അയാൾ വാതിലിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ബോർഡ് തൂക്കുന്നു. വാതിലകത്തുനിന്ന് പൂട്ടുന്നു. ഇതിനർത്ഥം അയാൾ പ്രതീക്ഷിച്ചയാളല്ല വന്നത്, അല്ലെങ്കിൽ വന്നയാൾ ഒരു ശത്രുവായി മാറിയെന്നാണ്. ആ മുറിക്കുള്ളിലെ ചില മണിക്കൂറുകൾക്കിടയിൽ ആർട്ടമിസിന്റെ സുരക്ഷയുടെ കുറിച്ചുള്ള ധാരണ പൂർണ്ണമായും തകർന്നുപോയിരുന്നു. അയാൾ ഒരു കെണിയിൽ അകപ്പെട്ടുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞ നിമിഷം ഏതായിരിക്കും? ഓരോ തെളിവും, ഓരോ മൊഴിയും, ആർട്ടമിസിന്റെ ഓരോ പ്രവൃത്തിയും ഒരു സിനിമയിലെന്ന പോലെ വ്യത്യസ്തമായ കഥകളാണ് പറയുന്നത്. പ്രണയവും വഞ്ചനയും പണവും അധികാരവും പ്രതികാരവുമെല്ലാം ഈ കഥയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏതാണ് യഥാർത്ഥ കഥ എന്നു മാത്രം നമുക്കറിയില്ല. ഈ ചെറിയ ഉത്തരം കിട്ടാത്ത ദശാംശങ്ങളാണ് റൂം നമ്പർ 1446 രഹസ്യത്തെ ഇത്രയധികം ആകർഷകമാക്കുന്നത്. അത് നമ്മോട് പറയുന്നത് ചിലപ്പോൾ ഏറ്റവും വലിയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിലാണെന്നാണ്.
റൂം നമ്പർ 1046 സംഭവങ്ങൾ നടന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. സാങ്കേതികവിദ്യ ഒരുപാട് വളർന്നു. DNA പരിശോധനയും ആധുനിക ഫോറൻസിക് സയൻസും പോലുള്ള കണ്ടുപിടുത്തങ്ങൾ പഴയ പല കേസുകൾക്കും തുമ്പുണ്ടാക്കാൻ സഹായിച്ചു. എന്നാൽ ആർടെമിസ് ഓഗിൾട്രിയുടെ കേസിൽ കാലം തെളിവുകളെ മായ്ച്ചു കളഞ്ഞിരുന്നു. എങ്കിലും പുതിയ കാലഘട്ടത്തിലെ ഗവേഷകരും ചരിത്രകാരന്മാരും ഈ കേസിനെ വീണ്ടും സമീപിച്ചു. അത്തരത്തിലൊരു പുനരന്വേഷണമാണ് 2003 കൻസാസ് സിറ്റി പബ്ലിക് ലൈബ്രറിയിലെ ഒരു ഗവേഷകനായ ജോൺ ഹോർണർ നടത്തിയതും കേസിന് പുതിയൊരു മാനം നൽകിയതും. ഹോർണർ പഴയ പത്രവാർത്തകളും പോലീസ് രേഖകളും ലഭ്യമായ എല്ലാ വിവരങ്ങളും വീണ്ടും പരിശോധിച്ചു. അദ്ദേഹം ആർടെമിസ് ഓഗിൾട്രിയുടെ കുടുംബാംഗങ്ങളെ കണ്ടെത്താനും സംസാരിക്കാനും ശ്രമിച്ചു. ആർടെമിസിന്റെ സഹോദരിയുടെ മക്കളിൽ നിന്നും കുടുംബത്തിൽ തലമുറകളായി കൈമാറി വന്ന ചില വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ആർടെമിസിന്റെ അമ്മ കാരലിൻ ഓഗിൾട്രി തന്റെ മകന്റെ കൊലപാതകത്തിന് പിന്നിൽ ഒരു സ്ത്രീയാണെന്ന് എപ്പോഴും വിശ്വസിച്ചിരുന്നുവെന്ന് അവർ പറഞ്ഞു. ആ സ്ത്രീ ആർടെമിസിനെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കുകയായിരുന്നുവെന്നും അവൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അവർ വിശ്വസിച്ചു. ആർടെമിസ് കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവൾ അവനെ കൊന്നു എന്ന് മാത്രമാണ് കാരലിൻ പ്രതികരിച്ചത്. ഈ വിവരങ്ങൾ പ്രണയബന്ധം തകർന്നതിന്റെ കഥയ്ക്ക് കൂടുതൽ ബലം നൽകുന്നു. എന്നാൽ ഹോർണറുടെ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ആർടെമിസിന്റെ മരണശേഷം കുടുംബത്തിന് ലഭിച്ച ടൈപ്പ് ചെയ്ത കത്തുകളെയും അജ്ഞാത ഫോൺ കോളുകളെയും കുറിച്ചായിരുന്നു. ഈ കത്തുകളും ഫോൺ കോളുകളും വന്നത് ഒരേ വ്യക്തിയിൽ നിന്നാണെന്നും അയാൾക്ക് ആർടെമിസിന്റെ കുടുംബത്തെ നന്നായി അറിയാമായിരുന്നുവെന്നും ഹോർണർ വാദിച്ചു. എങ്ങനെയെന്നല്ലേ? ആർടെമിസിന്റെ അമ്മയ്ക്ക് വന്ന ഒരു ഫോൺ കോളിൽ വിളിച്ചയാൾ ആർടെമിസിന്റെ സുഹൃത്താണെന്ന് സ്വയം പരിചയപ്പെടുത്തി. അയാൾ ആർടെമിസ് എലിനോർ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചുവെന്നും അവളുടെ കുടുംബം വളരെ കർക്കശക്കാരായതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് വരാൻ കഴിയാത്തതെന്നും പറഞ്ഞു. എന്നാൽ സംഭാഷണത്തിനിടയിൽ അയാൾ ആർടെമിസിന്റെ സഹോദരിയായ റൂബിയെക്കുറിച്ച് ചോദിച്ചു. റൂബിക്ക് കുറച്ചുകാലം മുൻപ് ഒരു അപകടം പറ്റിയിരുന്നു. ഈ വിവരം കുടുംബാംഗങ്ങൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പുറത്തുനിന്നുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് ന്യൂയോർക്കിലോ കെയ്റോയിലോ ഉള്ള ഒരാൾക്ക് ഇതറിയാൻ വഴിയില്ല. ഇത് സൂചിപ്പിക്കുന്നത് ആർടെമിസിനെ കൊലപ്പെടുത്തിയതോ അല്ലെങ്കിൽ അതിനെ കൂട്ടുനിന്നതോ ആയ ആൾ ആർടെമിസിന്റെ സൗഹൃദവലയത്തിൽപ്പെട്ട ഒരാൾ തന്നെ ആയിരുന്നു എന്നാണ്. ഇതോടെ കേസിന്റെ ചിത്രം വീണ്ടും മാറുകയാണ്. പുറത്തുനിന്നുള്ള ഒരു മാഫിയ സംഘമോ രാഷ്ട്രീയ ശത്രുക്കളോ അല്ല, മറിച്ച് ആർടെമിസ് വിശ്വസിച്ചിരുന്ന ഒരാളാണ് അവനെ ചതിച്ചത്. ഒരുപക്ഷെ ആർടെമിസും അയാളും ചേർന്ന് എന്തെങ്കിലും ഒരു തട്ടിപ്പിന് പദ്ധതിയിട്ടിരുന്നിരിക്കാം. അതിൽ നിന്ന് ആർടെമിസിനെ ഒഴിവാക്കാൻ വേണ്ടി അയാളെ കൊലപ്പെടുത്തിയതാകാം. ഡോൺ എന്നത് ഒരു യഥാർത്ഥ പേരായിരിക്കില്ല, മറിച്ച് ഒരു വിളിപ്പേര് മാത്രമായിരിക്കാം. വർഷങ്ങൾക്കിപ്പുറം ഈ കഥ വീണ്ടും ചർച്ചയായപ്പോൾ ഹോട്ടൽ പ്രസിഡന്റ് അതിന്റെ പഴയ പ്രൗഢി നഷ്ടപ്പെട്ട് സാധാരണ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടമായി മാറിയിരുന്നു. എങ്കിലും റൂം നമ്പർ 1046 കഥയറിയുന്നവർ ആ കെട്ടിടത്തെ ഒരുതരം ഭയത്തോടെയും കൗതുകത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. ആ മുറിയുടെ ഭിത്തികൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവ ഒരുപക്ഷേ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ രഹസ്യത്തിന്റെ ചുരുളഴിച്ചേനെ. റോളണ്ട് ടി ഓവന്റെ കഥ കേവലം ഒരു കൊലപാതകത്തിന്റെ കഥയല്ല, അത് വഞ്ചനയുടെയും ദുരൂഹതയുടെയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെയും ഒരു പ്രതീകമാണ്. ഓരോ തവണ നമ്മൾ ഈ കഥ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ പുതിയ സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കും. ആരായിരുന്നു ആർടെമിസിന്റെ മുറിയിൽ കേട്ട ആ പരുഷഭമായ ശബ്ദത്തിന്റെ ഉടമ? ആരായിരുന്നു ആ സ്ത്രീ? എന്തിനായിരുന്നു ആ ക്രൂരമായ കൊലപാതകം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരുപക്ഷെ ഒരിക്കലും ഉത്തരം ലഭിച്ചേക്കില്ല. അതുകൊണ്ടുതന്നെ റൂം നമ്പർ 1046 വാതിൽ എന്നേക്കുമായി അടഞ്ഞുതന്നെ കിടക്കും, അതിനുള്ളിലെ രഹസ്യങ്ങളെ ഭദ്രമായി കാത്തുസൂക്ഷിച്ചുകൊണ്ട്. ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ പരിഹരിക്കപ്പെടാത്ത ഒരു കടങ്കഥയായി ആർടെമിസ് ഓഗിൾട്രി എന്ന റോളണ്ട് ടി ഓവന്റെ ഓർമ്മകൾ ഇന്നും ജീവിക്കുന്നു.